നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് നമ്മൾ കാർഷിക വിശേഷങ്ങൾ അറിയാൻ പോകുന്നത് പാലക്കാടൻ പൈതൃക ഗ്രാമമായ കൽപ്പാത്തിയിലേക്കാണ്. കൽപ്പാത്തിയിലെ ഉമ വേണുഗോപാൽ ദമ്പതികളുടെ വീട്. അവരും അവരുടെ മക്കളൊക്കെ കൂടി ടെറസിൽ തയ്യാറാക്കുന്ന കാർഷിക പ്രവർത്തനങ്ങൾ, അവരുടെ ചെടികൾ, മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ എല്ലാം അവർ ടെറസിൽ തയ്യാറാക്കി വരുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഉമ വേണുഗോപാൽ ഈ ദമ്പതികൾ നമ്മൾ ഓപ്പൺ അഗ്രികൾച്ചർ ടീമിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് മേഴ്സി കോളേജിൽ ഒരു ഏകദിന പ്രായോഗിക പരിശീലന ക്ലാസ് നടത്തിയിരുന്നു. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, അടുക്കളത്തോട്ട നിർമ്മാണം, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ പരിശീലനം, ഇങ്ങനെയായിട്ട്. ആ ക്ലാസ് നമ്മൾ ഹാപ്പിനെസ് ഗാർഡൻ എന്ന കൺസെപ്റ്റിൽ ചെയ്തൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ അധികവും പങ്കെടുത്തത് 60+ ഏജുള്ള ആളുകളാണ്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളും വളരെ കുറച്ച് മാത്രം കുട്ടികളും, കോളേജിലെ കുറച്ച് കുട്ടികൾ, അതുപോലെ പുറത്തുനിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ചെറുപ്പക്കാരായിരുന്നു. അധികവും 60 വയസ്സ് കഴിഞ്ഞുള്ള ആളുകളാണ്. അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം വെച്ചാൽ അവർക്കൊരു മാനസികമായ സന്തോഷം കിട്ടാനും ഒരു റിട്ടയർഡ് ഏജ് ആവണ സമയത്ത് വീണ്ടും ലൈവായിട്ട് ജീവിതത്തിലേക്ക് വരാനും അസുഖങ്ങൾ കുറയ്ക്കാനുമുള്ള ഒരു തീമായിട്ടാണ് നമ്മൾ ഹാപ്പിനെസ് ഗാർഡൻ പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഉമ വേണുഗോപാൽ മാഡത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവർ നല്ലൊരു മ്യൂസിക് ടീച്ചറാണ്. പാലക്കാട് അഗ്രഹാരത്തിലെ, കൽപ്പാത്തി അഗ്രഹാരത്തിലെ ഒരു മ്യൂസിക് ടീച്ചറാണ്. അവരുടെ മകളും മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ഒരു മ്യൂസിക് തെറാപ്പിയോടൊപ്പം തന്നെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൂടി സ്വയം പരിശീലിച്ച് മറ്റുള്ളവർക്ക് കൂടി ഈ ജൈവ കൃഷിയുടെ അല്ലെങ്കിൽ വിഷരഹിത അടുക്കളത്തോട്ടത്തിൻ്റെ പാഠം പകർന്നു നൽകുന്ന ഉമ വേണുഗോപാൽ ദമ്പതികളെ നമ്മളുടെ ഈ ഓപ്പൺ അഗ്രികൾച്ചർ ടീമിൻ്റെ ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കും. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ആളാണ് കേട്ടോ, ഉമ്മച്ചേച്ചിയാണ്. ഉമ്മച്ചേച്ചീനെ പറയുകയാണെങ്കിൽ കൃഷി മാത്രമല്ല, ഒരു മ്യൂസിക് ടീച്ചർ കൂടിയാണ്. കൽപ്പാത്തി ഈ അഗ്രഹാരത്തിലെ അങ്ങനത്തെ ഫാമിലി വളർന്ന ആളാണ്. ഇവരുടെ പിന്നെ ഹസ്ബൻഡ് താഴെ ഉണ്ട്. കാലിന് ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് താഴെ ഇരിക്കും. അങ്ങോട്ട് നമ്മളെ കൃഷിത്തോട്ടത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ കൃഷി വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇപ്പൊ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ടെറസ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 1700-1800 സ്ക്വയർ ഫീറ്റില് നിങ്ങൾക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട്. ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഈ സ്റ്റാൻഡൊക്കെ അടിച്ച് ചെയ്യണോണ്ട് തന്നെ ടെറസിന്റെ ലീക്കിന്റെ പ്രശ്നമൊന്നും അങ്ങനത്തെ കാര്യമായിട്ടില്ല. പിന്നെ അപ്പൊ എന്താണ് ഒരു ഗ്രോ ബാഗ് ഇപ്പൊ കുറെ ചെയ്യുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. പക്ഷെ അതിന്റെ മുന്നേ ചോദിക്കുന്നത് ഒരു പോട്ടിംഗ് മിക്സ്. ഇപ്പൊ ഇവിടെ ഒരു ചട്ടിയിൽ നമ്മളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാണ്. അപ്പൊ നിങ്ങളേതായ രീതിയിൽ എന്തൊക്കെയായാലും ചേർക്കുക? ഞാൻ അതിന് അടിയിൽ നിറയെ കരിയില ഇടും ആദ്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിയുന്ന വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. എന്തിന്റെ ആണോ, മാവിന്റെ ആണോ, അതോ കിട്ടുന്ന കരിയില ഇടും. അപ്പൊ നമ്മുടെ പിന്നാലെ ഉണ്ട് ഈ സപ്പോർട്ടയുടെ ഇലയുണ്ട്, പ്ലാവിന്റെ ഇല. അപ്പൊ അങ്ങനെ അതെല്ലാം അടിയിൽ ഇട്ടതിന് ശേഷം പിന്നെ ചകിരിച്ചോറ്, മണ്ണും ചാണകപ്പൊടി, പിന്നെ ഈ ട്രൈക്കോഡേമ, ചുണ്ണാമ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നിറയ്ക്കുന്നത്. വിത്ത് അല്ലെങ്കിൽ തൈ നടും. അതെ, വിത്ത് ഇല്ലെങ്കിൽ തൈ നടും. സാധാരണ ഇപ്പൊ ഈ മഴ സമയത്ത് നമുക്ക് തക്കാളിയുടെ സീസൺ അല്ല എന്നാ പറയാം. എല്ലാവരോടും നമ്മൾ പറയുമ്പോഴൊക്കെ പറയാം തക്കാളി കുറച്ച് ഡിസംബർ കഴിഞ്ഞിട്ടൊക്കെ നട്ടാൽ മതി. ഇപ്പൊ ഇവിടെ തന്നെ ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഈ തക്കാളിയൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ റെയിൻ ഷെൽട്ടർ അല്ല, ഇത് ഒരു ചെറിയ ഷെയ്ഡ് നെറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ ഈ പാലക്കാടൻ കാലാവസ്ഥ പച്ചക്കറിക്ക് പറ്റിയതായതുകൊണ്ട് ഒരു മഴ കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ചൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തക്കാളിയൊക്കെ അത്യാവശ്യം കിട്ടും. നമ്മൾ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അല്ല, ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ ഒരു പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര കാലമായി? ഏതാണ്ട് ഒരു 10 കൊല്ലമായി. 10 കൊല്ലമായി കാര്യമായിട്ട്. അതിന്റെ മുന്നേ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് തുടങ്ങാൻ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ? ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ബോംബെയിൽ നിന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളോട്. വന്നിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. പിന്നീട് ഞാനൊരു മേജർ അസുഖം വന്നു. ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പൊ അതും വന്നതോടുകൂടി കുറച്ചുകൂടി കൂടുതൽ നമുക്ക് നമ്മുടേതായ ആ ഒരു വിഷമില്ലാത്ത ഒരു സാധനം, അറ്റ്ലീസ്റ്റ് ഒരു പാവയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടൊരു കൂട്ടാൻ വെക്കാമല്ലോ, ആ ഒരു രീതി ഇതാക്കിയിട്ടാണ് ഇപ്പൊ കുറേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ അത് നമ്മളെ കൊണ്ട് അത് പ്രാബല്യത്തിൽ വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടോ അതിൽ കോൺസെൻട്രേറ്റ്. ഇപ്പോൾ ഒരു പനി വന്നാലും ഒരു ജലദോഷം വന്നാലും നമ്മൾ അടച്ചുകൂട്ടി അവിടെ ഇരിക്കുന്നതിന് പകരം
കൂടുതൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു റിട്ടയർ ആയ ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അസുഖമുള്ള ഒരാളോ ആണെങ്കിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കാതെ നമുക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടുന്നത് കൂടി നമുക്ക് അസുഖങ്ങൾ പരമാവധി കുറയും. ഇപ്പൊ നമുക്ക് ചിന്ത മാറുക, അസുഖങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല. ഇപ്പൊ അസുഖമാണ് എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും ചിന്തിച്ചാൽ അങ്ങനെ വയ്യാന്ന് പറഞ്ഞിരിക്കുക, പിന്നെ ബന്ധുക്കൾ വല്ലവരും വന്നിട്ട് അസുഖമാണോ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ വരുന്ന ഒരാളും അസുഖത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നല്ല. ഇപ്പൊ ഈ ടെറസിലേക്ക് വന്ന ഇവരുടെ അടുത്തേക്ക് വരുന്ന ഒരാളുകൾ സംസാരിക്കുക, ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്, ഇതിനെന്ത് വള കൊടുത്തത്, ഇത്രയും നന്നായിട്ട് ഞങ്ങളെ വീട്ടിൽ നിൽക്കുന്നില്ല, നിങ്ങൾ എന്താണ് ഇതിന്റെ പരിചരണം ചെയ്യാന്നൊക്കെയാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് മനസ്സിനുള്ള സന്തോഷത്തോടെ പുറമെ ഈ അസുഖം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് എന്നും ഒരു ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതിപ്പോ ഇവരുടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ രീതി കണ്ടാലേ അറിയാം. കാരണം ഇവിടെ എന്താ പറയാ പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, ഫലവൃക്ഷങ്ങളായിട്ടുള്ള സാധനങ്ങളുടെ തൈകള്, അതുപോലെ പൂച്ചെടികള്, അതില് കൂടുതൽ ഇതെവിടെയൊക്കെ കാണുന്നുണ്ട് കാവത്ത് പോലത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. കേബേജ്, കോളിഫ്ലവർ സാധനങ്ങൾ, ബ്രൊക്കോളി ഒക്കെ തൈ നട്ടിട്ടുണ്ട്, നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ടായിരുന്നു. ഇത് ഒന്ന് വീഡിയോയിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കേബേജ് ഇപ്പൊ ശരിക്കും ശീതകാല പച്ചക്കറി നടേണ്ട സമയം ആയിട്ടില്ല, പക്ഷെ ഇവിടെ ഏകദേശം കേബേജ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് അത് എടുത്തിട്ട് അതിൽ ചെടി മുളച്ചിട്ട് അത് നട്ടതാണ്. കഴിഞ്ഞ കൊല്ലത്തെ മാറ്റി നട്ടിട്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ചെടി നട്ടിട്ട് അതിന്റെ സൈഡിൽ നിന്ന് പൊടിച്ചു വരുന്നത്. ഇതില് ഈ പൂച്ചെടികൾ, ചെണ്ടുമല്ലി ഈ ചെടികളുടെ ഇടയിൽ അല്ല പച്ചക്കറിയുടെ ഇടയിൽ വെച്ചതിന് എന്തെങ്കിലും കാരണം? കീടങ്ങൾ കുറവാ, എന്താന്ന് വെച്ചാൽ മുമ്പിൽ എനിക്ക് നിറയെ ഈ മത്തനിലാണെങ്കിലും ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ബട്ടർഫ്ലൈ വരുന്നുണ്ട്, വണ്ട് വരുന്നുണ്ട്, പക്ഷെ കൂടുതലും ഈ നിറയെ കീടങ്ങൾ ഇല്ലാതെ ഈ ഇല്ലെങ്കിൽ ഈ പാവയ്ക്കൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. കീടശല്യം കുറയ്ക്കാൻ ഇത് എന്തായാലും ഉപയോഗപ്പെടുന്നത്. കൂടാതെ രണ്ടാമത്തെ നമ്മൾ പറയുന്ന പോലെ പരാഗണം നടത്താൻ വേണ്ടി പൂമ്പാറ്റയും തേനീച്ചയും വണ്ടും ഇവിടെ നന്നായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2 കളർ ഓണത്തിന് പൂവ് പൊട്ടിച്ചാലും ബാക്കി ഇഷ്ടംപോലെ പൂവ് ഇതിലുണ്ട്. നവരാത്രിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എല്ലാവർക്കും അറിയണം, ഇപ്പൊ ഏറ്റവും വില കൂടിയ ഒരു ചെടിയായിട്ട് ഇവിടെ കാണുന്ന ഒരു സാധനം നമ്മള് മണിത്തക്കാളി, മണത്തക്കാളി എന്നൊക്കെ പറഞ്ഞ ഈ ചെറിയ കുട്ടി തക്കാളി വായപ്പുണ്ണിനും വയറിന്റെ അസുഖങ്ങൾക്കൊക്കെ ഉള്ള നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ തമിഴ്നാട് ഏരിയ ഈ മാർക്കറ്റിലൊക്കെ ചീര വിൽക്കുന്നതിന്റെ ഒപ്പം ഇത് മുറിച്ചു വെക്കും. ഇതുവരെ ഇനിയിപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ തൈ വിൽപ്പനയൊക്കെ തുടങ്ങും കേട്ടോ. അപ്പൊ ഇത് സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു കള പോലെ വരുന്ന ഒരു സാധനമാണ് മണിത്തക്കാളി. ഇത് ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് മുതലേ ഇതിന്റെ കായ നല്ലോണം മൂത്ത കായ എടുത്തിട്ട് അതെ മോരിലിട്ട് വെക്കും, മോര് ഉപ്പിട്ട് വെച്ചിട്ട് അത് എന്നിട്ട് വെയിലത്ത് ഉണക്കി എടുത്തിട്ട് വറുത്ത് കഴിക്കും. ഇത്തിരി കയ്പുണ്ടാവും, പക്ഷെ വായ്പുണ്ണിനൊക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മളെ ഉമ്മ ടീച്ചറും ഭർത്താവും വേണുഗോപാൽ സാറ്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഇവരുടെ ടെറസിൽ നമ്മൾ മുഴുവനായിട്ട് കണ്ടു. സാറിന് മുകളിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോ ഇവിടെ ഇപ്പോ സാറ് നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രിപ്പിന്റെ അതൊക്കെ കണ്ടു. എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ? ആദ്യമായിട്ട് ആ ഒരു 750 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് അതിലേക്ക് പമ്പിന്ന് ഡയറക്റ്റ് പോകാനുള്ളൊരു വാൽവും കൊടുത്തിട്ടുണ്ട്, മാനുവലായിട്ട് തിരിക്കണത്. ടാങ്ക് ഒരിക്കൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡറി സൈഡിൽ നിന്ന് ഒരു വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ചെടികൾക്കും വേണ്ടി ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പൈപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ട് ലൈനപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വിത്തിൻ 25 to 30 minutes എല്ലാ ചെടികൾക്കും നനഞ്ഞു തീരുകയും ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതിന്റെ ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചാണ് അതിന്റെ പ്രൊസീജിയർ. അതായത് അനാവശ്യമായി വെള്ളം കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ നഷ്ടപ്പെട്ടു പോകാന്നുള്ള പ്രശ്നമൊന്നും ഒഴുകില്ല. അതായത് ടെറസിലേക്ക് ഒഴുകില്ല. അതായത് എക്സസ് ഉള്ള വാട്ടർ പോലും എക്സസ് ആവില്ല വാട്ടർ. അതാണ് സിസ്റ്റം. ഫ്ലോ സെറ്റ് ചെയ്യാം. കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടാനുള്ള സഹായം അത് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ അതിന്റെ സിസ്റ്റം ഒക്കെ ഞങ്ങൾ അവിടെ കണ്ടു. അത് ഓട്ടോമാറ്റിക് ആയിട്ടാണെങ്കിലും മാനുവലായിട്ട് വാൽവ് തിരിച്ചിട്ടായാലും വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് കൃഷി നനയ്ക്കാൻ പറ്റുന്നു. ഇതിലിപ്പോ വളം നിർമ്മിക്കുന്ന പിന്നെ ഉമ്മാമ്മയുടെ അവിടെ പറഞ്ഞു വളം നിങ്ങൾ ഇവിടെ സ്വന്തമായിട്ടൊരു രീതിയിലാണ് ഇതിന് വേണ്ട പ്രത്യേക വളം തയ്യാറാക്കുന്നത്. അതെന്താ സംഭവം? അതായത് നമ്മുടെ പെയിന്റ് അടിക്കുന്ന 20 ലിറ്ററിന്റെ 2 പെയിന്റിന്റെ ഡബ്ബ വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് ഒരു അടപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് എംസിൽ വെച്ച് ക്ലോസ് ചെയ്യും. 12 mm 18 ഹോളില് എന്നിട്ട് നെറ്റ്ലോണിന്റെ നമ്മുടെ PVC നെറ്റ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് ഡബിൾ ലെയറിലിടും. എന്നിട്ട് ഈ ചോട്ടിലത്തെ ബക്കറ്റിന്റെ മുകളിൽ ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പൂജ ചെയ്തിരിക്കുന്ന പൂക്കള് അതേമാതിരി ഫുഡ് വേസ്റ്റ് എല്ലാം അതിലേക്ക് ഇടുക. മുകളിലത്തെ ബക്കറ്റിലിടുക. ഇടുന്ന സമയത്ത് ഒരു
ഇനോക്കുലിൻ. ബാക്ടീരിയ ഇനോക്കുലം എന്ന് പറഞ്ഞാൽ ഇനോക്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ അതിലേക്ക് ഒഴിക്കുക, ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഇന്ന് അത് ഒഴിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 4 to 5 hours അതിന്റെ സ്ലറി ഒഴുകാൻ തുടങ്ങി. ഈ ചോട്ടിലത്തെ ബക്കറ്റ് മുഴുവൻ നിറയും. അപ്പൊ ഈ ഇട്ട ക്വാണ്ടിറ്റി എടുക്കുന്ന സാധനങ്ങളില്ലേ, അത് ഫുള്ളായിട്ട് അലിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഇതായിക്കോളും. ഈ ഇനോക്കുലിന്റെ എഫിഷ്യൻസി കാരണം നിറയെ പുഴുക്കൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 20 ദിവസത്തിനുള്ളിൽ ആ സ്ലറി മുഴുവൻ ഫുള്ളാവും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല സാധാരണ മണ്ണുണ്ട്, ആ മണ്ണ് ബ്ലൂ കളറിലുള്ള ടാങ്ക് വരുന്നുണ്ട്. ആദ്യം കുറച്ച് മണ്ണിടും, പിന്നെ ഈ മുകളിലുള്ള ആ വേസ്റ്റ് അത് നല്ല കുറച്ച് ഇതായിട്ടായിരിക്കും, ഈസി ആയിട്ടുള്ള രീതിയിൽ ഒരു ലെയർ അതിടുക, വീണ്ടും മണ്ണിടുക, അങ്ങനെ അത് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 30 days നമുക്ക് നല്ല കമ്പോസ്റ്റ് വളം. അതായത് ഇപ്പോ നിങ്ങൾക്ക് രാസവളത്തിന് പറയുകയാണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇങ്ങനെ 3 വളങ്ങള് നമ്മൾ കെമിക്കൽ വാങ്ങുന്നതിന് പകരം എല്ലാ ഫുഡ് വേസ്റ്റും എല്ലാ ഇലകളുടെ വേസ്റ്റും കമ്പോസ്റ്റ് ആക്കുന്നതോടുകൂടി അപ്പോ എല്ലാ മൂലകങ്ങളും നിങ്ങൾക്ക് ഈ ലിക്വിഡിലൂടെ കിട്ടും. അതാണ് നിങ്ങളുടെ പ്രധാന വാർഷികം. തക്കാളിയൊക്കെ നല്ല തുടുത്ത് നിൽക്കുന്ന തക്കാളി കാണുന്നുണ്ട്. അതൊന്ന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും സാമ്പിള്. ഇതിപ്പോ അവരുടെ അവിടുന്ന് പൊട്ടിച്ചു കൊടുക്കുന്ന തക്കാളി ആയിട്ട് നല്ല ഇതിനേക്കാൾ വലിപ്പമുള്ള ഇനി അവിടെ ഉണ്ട് കേട്ടോ. ഇതും മുഴുവനായിട്ടില്ല, പഴുത്ത് തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും ന്യൂട്രിയന്റ്, ചെടികൾക്ക് വേണ്ട എല്ലാ ന്യൂട്രിയന്റും ഈ ലിക്വിഡിന് കിട്ടുന്നു. അവർ സ്വന്തമായി ഉണ്ടാക്കുന്ന വളമാണ്. ഈ ബക്കറ്റില് ഈ വേസ്റ്റ് ഇട്ടിട്ട് അതിന് ലിക്വിഡ് മാത്രം, സ്ലറി മാത്രം എടുത്ത് അത് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലിറ്റർ വെള്ളം, 10 ലിറ്റർ വെള്ളത്തേക്ക് ഒരു കപ്പ് സ്ലറി. അപ്പൊ എല്ലാ മൂലകങ്ങളും അത് കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ രാസവളങ്ങളോ കീടനാശിനികളോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് മനുഷ്യന്റെ ഇത് പറയുന്ന പോലെ തന്നെ ആരോഗ്യമുള്ള ശരീരത്തിൽ അസുഖം വരില്ല എന്ന് പറയും. ആരോഗ്യമുള്ള ചെടികളിൽ കീടങ്ങളോ അസുഖങ്ങളോ വരില്ല എന്നുള്ളതാണ് മുകളിൽ കാണുന്നത്. ചെടികൾക്ക് നല്ല ആരോഗ്യമുണ്ട്, കീടബാധ വളരെ കുറവാണ്, കാരണം ചെണ്ടുമല്ലി ഉണ്ട്. അതിന്റെ പുറമെ നിങ്ങൾ കൃത്യമായ ന്യൂട്രിയന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വന്ന് വീഡിയോ എടുത്തിട്ടുള്ള ഈ ഫാമിലി പാലക്കാട് നമ്മളെ എന്താ പറയാ കൽപ്പാത്തി അംബികാപുരം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ളത്. ഇവരുടെ ഈ അവരുടെ ഫാമിലിയിൽ എല്ലാവരും ഇതിൽ നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മൾ കാര്യം പറഞ്ഞു. ഇങ്ങനത്തെ മനസ്സിന്റെ ഉടമകളാണ് നമുക്ക് നാടിനാവശ്യം. ഇവരുടെ ഗൈഡൻസിൽ മറ്റുള്ള ആളുകളും കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ആളുകളോട് ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചത് മുഴുവൻ കൃഷി കാര്യങ്ങൾ മാത്രമാണ്. അവരുടെ മക്കളോട് സംസാരിച്ചപ്പോഴും ഈ കാര്യങ്ങളാണ്, ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ സംസാരിക്കുക. കാരണം മനസ്സ് എപ്പോഴും ആക്റ്റീവായിട്ട് ലൈവായിട്ട് കൊണ്ടു നടക്കാൻ ഈ മനസ്സുകൾക്ക് ഇവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ കൃഷി കൂടുതൽ വിപുലമാകട്ടെ. അതിന്റെ കൂടാതെ നിങ്ങളുടെ കൃഷി വിപുലമാകുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരെയും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇവരുടെ കൃഷി നന്നായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും വരാം. താങ്ക് യു.